അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണ ബിദായികൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗാസ ചെയ്തില്ല എന്ന്. അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ പല പ്രയാസങ്ങളും വന്ന സമയത്ത് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗാസ ചെയ്തില്ല? നമുക്കറിയാം, മുത്തുനബി തങ്ങൾ അവിടുത്തെ പടയെങ്കിൽ ഒരു ജൂതൻ്റെ കയ്യിൽ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങളും ശാരീരികപരമായിട്ടുള്ള സഹായങ്ങളും മുത്തുനബി തങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് തേടിയിരുന്നു. ഇതൊക്കെയും ഭൗതികമായ സഹായതേട്ടം എന്ന കാറ്റഗറിയിലാണ് വരിക. എന്നാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഇസ്തിഗാസ എന്നത് ആത്മീയ ഔന്നത്യത്തിലെത്തിയവരോടുള്ള ആത്മീയ സഹായതേട്ടമാണ്. അതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അപ്പോൾ മുത്തുനബിയേക്കാൾ ആത്മീയ ഉന്നതിയിലെത്തിയ ഒരാൾ ഇവിടെ വേണം. ഏതുപോലെ എന്നാൽ, എനിക്ക് അറിവ് ചോദിക്കാൻ എന്നേക്കാൾ അറിവ് കൂടിയ ഒരു ഉസ്താദ് വേണം. അവരോടാണ് ഞാൻ അറിവ് ചോദിക്കുക, അല്ലാതെ എന്നേക്കാൾ അറിവ് കുറഞ്ഞ ഒരു മൗലവിയോടല്ല. എന്നതുപോലെ മുത്തുനബിയേക്കാൾ ആത്മീയ ഉന്നതിയിലെത്തിയ ഒരാളില്ല മുത്തുനബിക്ക് ആത്മീയ സഹായം ചോദിക്കണമെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് മുത്തുനബി തങ്ങൾ ആത്മീയ സഹായതേട്ടമായ ഇസ്തിഗാസ ചെയ്യുക?